ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും മാവേലി നാടും വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. സൗഹൃദ കൂട്ടായ്മയുടെ PET ഒരുപാട് കലാകായിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾക്കൊണ്ട ഒരു ടീമാണ്. അതിൽ നമ്മുടെ വനിതാ വിങ്ങും ഈ കാണുന്ന കലാകാരികളും എല്ലാവരും നമുക്ക് PETക്ക് വേണ്ടി വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഫ്ലവേഴ്സ് TVയെ ഒരുപാട് ഞങ്ങൾ ഈ പരപ്പനങ്ങാടിയെ തെരഞ്ഞെടുത്തതിൽ ഞങ്ങൾ ഒരുപാട് അഭിനന്ദനങ്ങൾ ഞങ്ങൾ നേരുകയാണ്. ഓണം ആഘോഷിക്കാൻ കഴിയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരെയും PETയുടെ കൺവീനർ എന്ന നിലയിൽ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എമർജൻസി ടീമും ഫ്ലവേഴ്സ് ചാനലും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് അഭിമാനമുണ്ട്. ഓണം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു കൂട്ടായ്മയുടെയും ഒരു ആഘോഷമാണ്. എല്ലാവരും ജാതിമത ഭേദമിൻ്റെ എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നിരവധി ഫാമിലിപരമായിട്ടും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടും ജോലിപരമായിട്ടും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ ആഘോഷവും ആഘോഷമായി തന്നെ നിങ്ങൾ ആഘോഷിക്കുക, അതിൽ പങ്കുചേരുക. എല്ലാവരും കളർഫുൾ ആകുമ്പോൾ നല്ല ഹാപ്പി ആഘോഷിക്കുന്നത് പൂക്കളുടെ ഉത്സവം കൂടിയാണ് ഓണം. ലോകത്തിലെ പൂക്കളുടെ ഉത്സവം പരപ്പനങ്ങാടിയെ വലിയൊരു ഉത്സവമായി ഇന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ മഴ വലിയൊരു വെല്ലുവിളിയായി നോക്കുമ്പോൾ ഉണ്ടായതുകൊണ്ട് ആ പ്ലാൻ ചെയ്ത പരിപാടികളൊക്കെ നടത്താൻ നമുക്ക് സാധിച്ചിരുന്നില്ല. പരപ്പനങ്ങാടി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്ര നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചതായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്ത മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ ചോദിക്കും, നമുക്ക് അറിയാവുന്ന ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആരെയും ഈസി ക്വസ്റ്റ്യൻ ഫ്ലവേഴ്സിന്റെ വക നല്ല സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്നേ. അപ്പൊ 1-2 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ആൻസർ അറിയുന്നവർ കൈവെക്കുക എന്നറിയപ്പെടുന്നത്. ഒരുപാട് പോകുന്നുണ്ട്, എന്നാലും ഓണപ്പൂ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ഒരാളെ അവർ കൈവെക്കട്ടെ. ഫസ്റ്റ് ധൈര്യമായിട്ട് പറഞ്ഞ നമ്മുടെ ഓഡിയൻസ് തുമ്പപ്പൂ. റൈറ്റ് അല്ലേ? എന്താ ചെയ്യുന്നത്? മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. നമസ്കാരം, എൻ്റെ പേര് ശ്രുതി ഗോപാലൻ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസിക്കുന്നു. പിന്നെ ഈ ഓണാശംസകൾ, ഈ ഓണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ ഓണം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രത്യേകിച്ച് ഏറ്റവും നല്ലൊരു ഓണം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ പരപ്പനങ്ങാടി എമർജൻസി ടീമും പാലത്തെങ്കിലെ PETയും കൂട്ടായ്മയും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യത്യസ്തമായൊരു ഓണപരിപാടി കൂടിയാണ്. അതിൽ മുൻകൈയെടുത്ത നമ്മുടെ ജഹീർ സാറോട് ആദ്യം 1000 നന്ദി അർപ്പിക്കുന്നുണ്ട്. അതിലുപരി എൻ്റെ കൂടെ നിൽക്കുന്ന സുബ്രഹ്മണ്യ സാറ്, എൻ്റെ അമ്മ, പിന്നെ അക്ഷഫ് സാറ്, വിജയശ്രീ ടീച്ചർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, പറഞ്ഞാൽ തീരില്ല. അത്രയും എല്ലാവർക്കും 1000 നന്ദി അർപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ രീതിയിൽ ഈ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ളൊരു സംഘടനയാണ് കേരള ബ്ലൈൻഡ് അസോസിയേഷൻ. ഞങ്ങൾ ഈ താലൂക്കിൻ്റെ ചെറിയൊരു ഓണാഘോഷ പരിപാടി ഉണ്ട്. അതിൽ പാട്ടായിട്ടും കളികളായിട്ടും ഞങ്ങൾ ആഘോഷങ്ങൾ അതിലേറെ സമർത്ഥ രീതിയിൽ തന്നെ ചിരിച്ചുല്ലസിച്ച് ഒരുപാട് ഞങ്ങൾ ആഘോഷിക്കുന്നു. പിന്നെ ഇനിയിപ്പം അടുത്തതായിട്ടുള്ളതെന്ന് പറയാൻ ഫ്ലവേഴ്സ് TVയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞാലും വാക്ക് തീരുന്നില്ല. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞു ഒരു വിഷമമാണ് വ്യക്തിന്റെ പ്രവാസിന്റെ ഒരു ഫീലിംഗ് പോലെ തോന്നുന്നത്. പക്ഷെ ഫ്ലവേഴ്സിന്റെ മുന്നിൽ നിൽക്കുമ്പോ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാനൊരു ഫ്ലവേഴ്സിന്റെ ആളാണ്. ആണോ? ആ, കോമഡി ഉത്സവം 2 എപ്പിസോഡ് മലപ്പുറം ഭാഷ വാങ്ങി ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം നമ്മുടെ
പിന്നെ ഐറ്റം വേറെ ഒരു സ്കിറ്റ് ചെയ്ത് ഉപ്പുമുളക് 5 എപ്പിസോഡ്. അപ്പൊ ടാലന്റ് ആർട്ടിസ്റ്റ് ആണ് ഇവിടെ മാവേലിയായി വന്നത് അല്ലേ? ഞാനും മനുഷ്യനെ നിറഞ്ഞു നടക്കല് വണ്ടിയുടെ കണ്ടപ്പോ സന്തോഷമായി. അതുകൊണ്ട് ഏട്ടനെ അവിടുന്ന് ഞങ്ങളിവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യും. അപ്പൊ അത് മനസ്സിലൊരു സുഖമില്ല, എല്ലാവരും കൂടി കഴിക്കാന്നുള്ളൂ. അടുത്ത വർഷം ഏട്ടൻ വന്നിട്ടൊന്ന് ഉഷാറാക്കണം. അപ്പൊ അങ്ങനെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കള് നമ്മളെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ അവര് 2-3 പേര് കൂടി സദ്യ ഉണ്ടാക്കി കഴിച്ച് റൂമിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ എനിക്ക് വിജേഷ് യേശുദാസിന്റെ ഒരു പാട്ട് ഓർമ്മ വന്നു. ഇതല്ല വീട് നാട് മിസ്സാകണം. അതിനുണ്ട് ഒരു പാടാം, ഒന്ന് കൈയടിക്കണേ. ഓണമായോ വെണ്ണിലാവേ പെണ്ണിൻ ചിങ്ങമായോ പൂന്തന്നലേ കരുകരെ കാർമുകിൽ മാഞ്ഞുവെന്നോ ചെറുതെരെ പുലർവാനം തെളിഞ്ഞുവെന്നോ ഓണവിലെത്തിയോ തൂത്തും ഓണം. ഈ കാലം ഓണവും തമ്മിൽ നമുക്ക് വ്യത്യാസമുണ്ടോ? ഒരുപാടുണ്ട്, വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഏതാ ബെറ്റർ? അങ്ങനെ ചോദിച്ചാല് ഇപ്പത്തെ ഓണം തന്നെയാണ് ബെറ്റർ. ഇപ്പത്തെ ഓണമാണ് better. അത് നമ്മുടെ പരസ്പരക്കാരൻ ഇവരുണ്ടായതുകൊണ്ടാണോ? അതല്ല, എന്താന്ന് വെച്ചാല് പണ്ടത്തെ കാലം ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു ഓണാണ്. ആ ഓണം ആഘോഷിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോകണം, അച്ഛനും അമ്മേനെ കാത്തിരിക്കണം. ഇപ്പൊ അതല്ല, ഒരു 18-20 വയസ്സായ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ വെച്ചാൽ അവര് സമ്പാദിക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ആ തരത്തിൽ നോക്കുമ്പോൾ കുടുംബപരമായിട്ട് ബെറ്ററാണ്.